Rahmatullahi wa barakatuh. A'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim. Alhamdulillah. Alhamdulillahi rabbil alamin. As-salatu was-salamu ala sayyidil mursalin wa ala alihi wa sahbihi ajma'in, ma ba'd. As-salatu was-salamu alayka ya Rasulallah. As-salatu was-salamu alayka ya Habiballah. As-salatu alayka ya Rasulallah. As-salatu റൂഹ് പോകും നാളിലെൻ്റെ കൂടെ വേണം റസൂലരേ. നൂറ് നൽകി കൂടെ വന്ന് കാത്തിടേണം ഹബീബരേ. അസ്സലാത്തു റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു ആരുമില്ലാതെകനായി പോകുവാനൊരു പേടിയാ. ആയിരം സ്വലവാത്ത് ചൊല്ലിടാം കൂടെ നിൽക്കണം ഷാഫിആ. അസ്സലാത്തു വസ്സലാമു അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് വലമ്മത്ത സയ്യിദന മുഹമ്മദ്. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ ഈ വേദിയിൽ മജ്ലിസുന്നൂർ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകിയിരുന്ന ബഹുമാന്യരായ ഉസ്താദുമാരെ, മനോഹരമായ ഈ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ കാരണവന്മാരെ, യുവജന സുഹൃത്തുക്കളെ, മറക്കപ്പുറത്ത് മാറിയിരുന്നു കൊണ്ട് ഈ മുത്തഅല്ലിമിൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ കൂടലും പിരിയലും അവൻ ഇഷ്ടപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നാളിന്ന് വരെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ സകല പാകപ്പിഴവുകളും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ മഹലായ ഫضല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും അവൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്കിലുമായി ധന്യമാക്കാനുള്ള ആത്മീയ ഊർജം ലഭിക്കുന്ന പറച്ചിലായി, കേൾക്കലായി, സംബന്ധിക്കലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മാസം തോറും നടന്നു വരാറുള്ള മജ്ലിസുന്നൂർ ആത്മീയ വേദിയാണ്. മഹാനായ നമ്മുടെയൊക്കെ ആത്മീയ നായകൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഇജാസത്തോടുകൂടി ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലായി പതിനായിരക്കണക്കിന് മജ്ലിസുകളിൽ നടന്നു വരുന്ന ഒരു ആത്മീയ സുഹൃതമാണ് അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിലും
വർഷങ്ങളായി നടന്നു വരുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമുക്കറിയാം, അസ്ഹാബുൽ ബദർ വർഷങ്ങൾക്ക് ശേഷവും പുരുഷാന്തരങ്ങൾക്കും കാലാന്തരങ്ങൾക്ക് ശേഷവും അവരിങ്ങനെ ഓർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര സംവത്സരങ്ങൾ കടന്നുപോയാലും, എത്ര നൂറ്റാണ്ടുകൾ കടന്നുപോയാലും അവരുടെ വീരേതിഹാസം രചിച്ച ചരിത്രം നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഉറച്ചുപോയൊരു ചരിത്രമാണ്. അള്ളാഹു ആ മഹാന്മാരുടെ മദദ് നമ്മുടെ ജീവിതത്തിലുടനീളം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ മജ്ലിസുന്നൂർ ബൈത്ത് ഇങ്ങനെ ചെല്ലി വരുമ്പോ അതിന്റെ സമാപനത്തിൽ നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്നൊരു ബൈത്തുണ്ട്. നമുക്കൊക്കെ അറിയാം, പണ്ട് മുതലേ വാണിയന്നൂര് പോലെയുള്ള ഈ പഴമയുള്ള നാടുകളിലൊക്കെ നമ്മുടെ വീട്ടിലെ വെല്ലിപ്പമാരും വെല്ലിമ്മമാരും ഒക്കെ പാടിയിരുന്ന ബൈത്താണ്. ദഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പിടിക്കാൻ ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞോളൂ. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ബേജാറുള്ള മലക്കാണ് ആര്? അസ്റായീൽ. ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ നമ്മുടെ റൂഹ് പിടിക്കാൻ കടന്നു വരുമ്പോൾ അതെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരാൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പിശാചിന് വഴിപ്പെടുക 2 സമയത്താണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 സമയത്താണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പിശാച് അവന് പിശാചിന്റെ കെണിവലയിൽ പെടുക എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിശാച് ഇങ്ങനെ സദാ സമയവും നമ്മെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കാനുള്ള, നമ്മുടെ ഇബാദത്തുകൾ കട്ട് ചെയ്യാനുള്ള ഒരുക്കവുമായിട്ട് നമ്മുടെ പിന്നാലെ ഇങ്ങനെ കൂടിയിരുന്ന ഒരാളാണ് ഇബ്ലീസ്. പണ്ട് ബഗ്ദാദിൽ, ഞാൻ വിഷയത്തിലേക്ക് വരാം, ബഗ്ദാദിൽ നല്ലൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. നല്ല സൂഫിയായ ഒരു മനുഷ്യൻ, ഒരു 60 പിന്നിട്ട ആളാ. അയാളുടെ ജീവിതത്തിൽ അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് ഹജ്ജിന് പോകണം എന്നുള്ള ആഗ്രഹമാണ്. അല്ലെ, നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവൂലേ? ഹജ്ജ് ചെയ്തവരുണ്ട് ഇതില്? ഹംസാജി ഹജ്ജ് ചെയ്തിട്ടുണ്ടാവൂലേ? അള്ളാഹു നമുക്ക് ഹബീബിന്റെ മക്കയും മദീനയും കാണാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഹജ്ജ് ഉംറകൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ബഗ്ദാദിലെ ഈ സഹോദരൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ടു. അങ്ങനെ കിട്ടുന്ന നാണയത്തുട്ടുകൾ കൂട്ടിവെച്ചിട്ടൊരു ചാക്ക് നിറയെ പൈസയുമായിട്ട് ഹജ്ജിന് പോവാൻ വേണ്ടി ഒരുങ്ങി. അപ്പൊ അന്ന് അങ്ങനെയാണല്ലോ, കുറെ പൈസ വേണം ഹജ്ജിന് പോവാൻ. മാത്രല്ല ഫ്ലൈറ്റ് സംവിധാനമുള്ള കാലമൊന്നുമല്ല. അന്ന് കപ്പലിലാണ് യാത്ര പോവുക, ഹജ്ജിന് പോവുക. ബഗ്ദാദിൽ നിന്ന് ആ വർഷം ഒരൊറ്റ കപ്പല് മാത്രമാണ് ഹജ്ജിന് വേണ്ടി പോവാനുള്ളത്. അപ്പൊ ഇയാള് എല്ലാവരോടും യാത്ര പറഞ്ഞു, പൊരുത്തപ്പെടിച്ചു. അങ്ങനെ ഉണ്ടല്ലോ, ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോ ഒന്ന് പൊരുത്തപ്പെടിക്കും. ശരിക്കും അത് ഉംറക്ക് പോകുമ്പോ മാത്രല്ല, എപ്പോഴും നമുക്ക് മരണം വരാലോ. ഏത് സമയത്തും മറ്റുള്ളവരുടെ പൊരുത്തം നമുക്ക് വേണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ ഇയാളിങ്ങനെ പൊരുത്തപ്പെടിച്ച് നടക്കുന്ന സമയത്ത് ഇയാളുടെ കപ്പല് കരയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കപ്പല് പോയി. കപ്പൽ കുറച്ചങ്ങോട്ട് ഒരു 100 വാര അകലെ സഞ്ചരിച്ചു. ഇനി വേറൊരു കപ്പല് ഇല്ല, വേറൊരു ബോട്ടില്ല, വേറൊരു സംവിധാനമില്ല. അയാൾ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഓടി ആ കപ്പലിനെ ലഭിക്കുന്നതിന് വേണ്ടി കരയിലെ തീരത്തേക്ക് ഓടുകയാണ്. അപ്പോ കപ്പല് നങ്കൂരമിടുന്ന സ്ഥലത്ത് വെച്ചിട്ട് അയാൾ ആ 100 വാര അകലെയുള്ള കപ്പല് നോക്കിയിട്ട് ഇങ്ങനെ വാവിട്ടുകൊണ്ട് കരയാൻ തുടങ്ങി. പടച്ചോനെ, എന്റെ ഈ ഹജ്ജ് പോയല്ലോ റബ്ബേ. ഇപ്പൊ കപ്പൽ അപ്പുറത്തെത്തിയിട്ടുണ്ട്.
അങ്ങനെ അയാള് വാവിട്ട് കരയുന്ന സമയത്ത് ഒരു മനുഷ്യൻ വരികയാണ്. ഒരു ആരോഗ്യ ദൃഢഗാത്തനായ, ശരീരത്തിൽ നല്ല മസിലൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ കരയണത്? അപ്പൊ അയാള് പറഞ്ഞു, ഞാൻ എൻ്റെ ഹജ്ജിന് പോകാനുള്ള കപ്പലാണ് പോയത്, എനിക്കത് നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം കൊണ്ട് കരയെന്ന് പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്തോളി, ഞാൻ ആ കപ്പലിന്റെ അടുത്തേക്ക് എത്തിച്ചേരാം, നിങ്ങൾ എൻ്റെ തോളിൽ കയറിക്കോളി, നിങ്ങളെ ബാണ്ടൊക്കെ എൻ്റെ തലയിൽ വെച്ചോളി, ഞാൻ നീന്തിയിട്ട് 100 വാര അകലെയുള്ള ആ കപ്പലിന്റെ അടുത്തേക്ക് ഞാൻ എത്തിച്ചു തരാമെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് വല്ലാത്ത സന്തോഷമായി. അങ്ങനെ ഈ മനുഷ്യന്റെ തോളിൽ ഇയാൾ കയറിയിരുന്നു, ബാണ്ടം ഇയാളുടെ തലയിൽ വെച്ചു. ഇയാൾ നീന്തിയിട്ട് 100 വാര അകലെയുള്ള കപ്പലിന്റെ അടുത്തെത്തിയപ്പോ ഇയാൾക്ക് വല്ലാത്ത സന്തോഷമായി. പറഞ്ഞു, ഇനി എങ്ങനെ ഞാൻ കേറുക, എന്റെ തലയെ ചവിട്ടിക്കോളി. താനൂരൊരാൾ ബോട്ടുകാരുണ്ടായിരുന്നല്ലോ, തോളിൽ ചവിട്ടിയിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കിയപ്പോ കയറാൻ സൗകര്യം ചെയ്ത് കൊടുത്ത അതുപോലെ ഇയാൾ പറഞ്ഞു, എന്റെ തലയെ ചവിട്ടിക്കോളി എന്ന് പറഞ്ഞു. ഇയാളുടെ തലയിൽ ചവിട്ടിയിട്ടാണ് അയാൾ ബോട്ടിലേക്ക്, കപ്പലിലേക്ക് കയറിയത്. ബാണ്ടൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക്, കടലിലേക്ക് നോക്കിയിട്ട് ഈ മനുഷ്യൻ, അൽഹംദുലില്ലാഹ്, നിങ്ങളൊരു വല്ലാത്ത സഹായമാണ് എനിക്ക് ചെയ്തത് എന്ന് പറഞ്ഞു. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ കൊണ്ടാക്കിയ, നീന്തി തന്നെ കപ്പലിന്റെ അടുത്താക്കിയ ആ മനുഷ്യൻ പറഞ്ഞത്, ഞാനേ, മൈ നെയിം ഈസ് ഇബിലീസ്, എന്റെ പേരെന്താണ്? ഇബിലീസ് എന്നാണ്. ഈ ഇബിലീസാണ് കപ്പലിന്റെ അടുത്ത് കൊണ്ടാക്കി കൊടുത്തത്. നിങ്ങളും ചിന്തിച്ചു നോക്കി. എടാ ഇബിലീസെ, നീ നന്നായടാന്ന് ചോദിച്ചു. അല്ല, ഞാൻ നന്നായതൊന്നല്ല, നിങ്ങൾ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് അതിയായി ആഗ്രഹിച്ചിട്ട് കപ്പല് നഷ്ടപ്പെട്ടപ്പോ നിങ്ങൾ ആ തീരത്ത് നിന്നിട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞപ്പോ അള്ളാഹു ഫ്രീ ആയിട്ട് ഓസിന് നിങ്ങൾക്ക് 70 ഹജ്ജ് ചെയ്ത കൂലി, 70 ഉംറ ചെയ്ത കൂലി, 80 തവാഫ് ചെയ്ത കൂലിയൊക്കെ നിങ്ങൾക്ക് വെറുതെ തരുമെന്ന്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, ഓസിന് കൂലി കിട്ടണ്ട, ചെയ്തൊരു ഹജ്ജിന്റെ കൂലി മതി എന്ന്. അത്രക്കും ഹജ്ജിന് പോണ ഒരാളെപ്പോലും പിഴപ്പിക്കാൻ അതേ ശപിക്കപ്പെട്ടവനായ ലഅനത്തുല്ലാഹിയായ ഇബ്ലീസിന് കഴിയുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ മദ്രസയുടെ കോമ്പൗണ്ടിൽ ഇരുന്ന് കൊണ്ട് ഈ മുത്തഅല്ലിമിന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുകയാ, 2 സമയങ്ങളിലാ ഏറ്റവും അധികം, അതേ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് നമ്മെ പിഴപ്പിക്കുക. അതിലൊന്നാമത്തേത് എപ്പോഴാണ്? ഫിസ്സലാ, നിസ്കരിക്കുമ്പോഴാണ്. നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയ നമ്മൾ എന്തൊക്കെ ആലോചിച്ചു പോകും അല്ലേ? ചിലര് ബിസിനസിന്റെ കൂട്ടലും കിഴിക്കലും ഒക്കെ നടത്തുന്നത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാലാ. ചില ചെറുപ്പക്കാർ കൈകെട്ടിയാല് മുന്നിൽ ഇങ്ങനെ ഐഫോൺ ഏറ്റവും പുതിയ ഇറങ്ങിയത് ഇങ്ങനെ കൊടുത്തു നോക്കും. അപ്പൊ തൊട്ടടുത്തുള്ള ആളിങ്ങനെ കൈകെട്ടിയിട്ട് പിന്നെ ഓന്റെ ഫോണുമൊക്കെ നോക്കണത്. എന്നാൽ നമ്മളൊന്ന് നിസ്കരിക്കുന്ന സമയത്തൊന്ന് ഫാൻ ഓഫ് ചെയ്താൽ നമ്മൾ അറിയുന്നില്ലേ? ഒന്ന് പല്ലി ഇങ്ങനെ പോയാൽ നമ്മൾ അറിയുന്നുണ്ട്. അതേ സൈറം മുഴക്കിയിട്ടൊരു കൊതുക് കടന്ന് വന്നാൽ അതും നമ്മൾ അറിയുന്നുണ്ട്. ഒക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ പഴപ്പിക്കുന്ന ഒരു സമയം, അത് നമുക്ക് ബോധ്യമാണ്, ഏറ്റവും കൂടുതൽ പഴപ്പിക്കുന്നത് നിസ്കാരത്തിലാണ് എന്ന്. എന്നാൽ രണ്ടാമതെപ്പോഴാണ് ഒരു മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഏറ്റവും അധികം പഴപ്പിക്കുന്നത് എപ്പോഴെന്നറിയോ? ഇന്ദൽ മൗതി, മരിക്കുന്ന സമയത്താണ്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവഗാമികൾ, നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കിയ ബൈത്തില് ദാഹമൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. അല്ലാഹു ബദരീങ്ങളുടെ കാവൽ ആ മൗത്തിന്റെ സമയത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. മരിക്കുന്ന സമയത്ത്, ഇത് ഇന്നോ നാളെയോ നമുക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണല്ലോ മരണം എന്നുള്ളത്. ഇപ്പോ ഇവിടുന്ന് എഴുന്നേൽക്കാൻ നമുക്ക് കഴിയുമെന്ന് അല്ലാഹു ആലം, അല്ലാഹ്ക്കേ അറിയുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ.
ഇപ്പൊ ഞാനിവിടുന്ന് എൻ്റെ ജോലി സ്ഥലത്ത് പള്ളിയിലേക്ക് എത്താൻ ഒരു 15 മിനിറ്റ് മതി. അംസാജിയുടെ വീട് ഇവിടെ എടുത്താവൂലേ, ഒരു 5 മിനിറ്റ് വരെ. എൻ്റെ 15 വരെ ഒരു 30-35 മിനിറ്റ്. എന്നാൽ എനിക്കും നിങ്ങൾക്കും, മറക്കപ്പുറത്തിരിക്കുന്ന സഹോദരിമാരെ നിങ്ങൾക്കും, ഈ ലോകം വിട്ടിട്ട് ആഖിറത്തിലേക്ക് കടക്കാൻ ഒരു സെക്കൻഡ് വേണ്ട പ്രിയപ്പെട്ട ഉമ്മമാരെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാൻ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാനിൽ 34-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. സൂറത്തുൽ ലുഖ്മാൻ പഠിപ്പിക്കുകയാണ്. ലുഖ്മാനിന്റെ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്ന 5 കാര്യങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. അള്ളാഹുവിന്റെ അടുത്തുള്ള നമുക്കാർക്കും അറിയാത്ത വിജ്ഞാനങ്ങളുണ്ട്. 5 കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. സൂറത്തുൽ ലുഖ്മാൻ തുടരുകയാണ്. അതിലൊന്നാമത്തത് ഇൽമുസ്സാഅ. എപ്പോഴാണ് ഈ ദുനിയാവ് അവസാനിക്കുക, ഈ ലോകവും അതിലുള്ളതൊക്കെ നശിച്ചു പോവുക എപ്പോഴാ? അത് ആർക്ക് മാത്രമേ അറിയുകയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. രണ്ടാമത് അല്ലാഹു പറയുകയാണ്, വയുനസ്സിലുൽ ഗൈസ. എപ്പോഴാണ് ആകാശത്ത് നിന്ന്, ആകാശത്തിന്റെ അബ്രപാളികളിൽ നിന്ന്, മേഘങ്ങളിൽ നിന്ന് മഴനൂലുകളായിട്ട് ഭൂമിയിലേക്ക് എപ്പോഴാ മഴ പെയ്യുക എന്ന് അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. എപ്പോഴാ മഴ പെയ്യാന്ന് കാലാവസ്ഥ പ്രവചകരെ അത് പ്രവചിക്കുന്ന ആളുകൾ എന്താ പറയാ? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ അള്ളാഹ്ക്കേ ആ ഇൽമ അറിയുകയുള്ളൂ. എപ്പോഴാണ് മഴ പെയ്യുക എന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. മൂന്നാമത് വയഅലമു മാ ഫിൽ അർഹാം. ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥയുണ്ടല്ലോ, അതേ പ്രിയപ്പെട്ടവരെ, ഗർഭിണികളുടെ വയറ്റിനുള്ളിലുള്ള ശിശു, ഗർഭസ്ഥ ശിശു, അതിന്റെ അവസ്ഥ എന്താ എന്ന് ഈ ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളെയും കണ്ടുപിടിച്ചാലും, എത്രയെത്ര സ്കാനിങ് പുരോഗമിച്ചാലും യഥാർത്ഥ അവസ്ഥ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥ ഇതൊന്നും വിശദീകരിക്കുന്നില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വമാ തദ്രീ നഫ്സും മാലാ തക്സിബ് ഗദാ. നാളെ എന്താ എനിക്കും നിങ്ങൾക്കും സംഭവിക്കുക എന്ന് അല്ലാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ എന്ന് സൂറത്തുൽ ലുഖ്മാൻ പഠിപ്പിക്കുകയാണ്. നാളെ നമുക്ക് എന്താ വരാന്ന് അത് എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റൂല. അത് അള്ളാഹുവിൻ്റെ അടുത്തുള്ള ഇൽമാണ്. നാളെ ചിലപ്പോ ഒരു പക്ഷേ എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ട് ഗൾഫിലേക്ക് ടിക്കറ്റ് എടുത്ത ആളായിരിക്കും. പാസ്പോർട്ട് റെഡിയാക്കിയിട്ടുണ്ട്, വിസ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് എത്തണമെങ്കിൽ അത് അള്ളാഹു കൂടി വിചാരിക്കണം. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ നാളെ എന്താണ് നമുക്ക് സംഭവിക്കുക എന്നുള്ളത്. അഞ്ചാമത് അല്ലാഹു പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാലാമതും അഞ്ചാമതും നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലക്കുന്ന വാക്കുകളാണ്. ഈ ലോകത്ത് ഏത് ഭൂമിയിൽ വെച്ചാണ്, എവിടെ വെച്ചാ നമ്മൾ മരിക്കുക എന്ന് അല്ലാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുതഅല്ലിമും
സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഏത് ഭൂമിയിൽ വെച്ചെപ്പോഴാ എങ്ങനെയാ മരണപ്പെടുക എന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അത് വേറെ ആർക്കും അറിയൂല. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, നിങ്ങൾ ക്ലിയർ ഇട്ടില്ലേ? ഇതിങ്ങനെ ഒന്നാകെ ഇങ്ങനെ ചലമ്പിച്ചുണ്ടാവും, അടഞ്ഞിട്ട റൂമായതുകൊണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബിനെ അറിയില്ലേ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു സദസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണേ, നമ്മൾ ഏത് ഭൂമിയിൽ വെച്ച് എവിടെയാ വെച്ചാ എപ്പോഴാ മരിക്കാന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഏത് സെക്കൻഡിലും ഏത് സമയത്തും ഏത് സ്ഥലത്ത് വെച്ച് നമുക്ക് മരണം സംഭവിക്കാം. പേര് പെട്ടെന്ന് മാറും. പിന്നെ ഉപ്പാന്നൊന്നും വിളിക്കൂല, അമ്മാന്ന് വിളിക്കൂല, ഉസ്താദെന്ന് വിളിക്കൂല, ശിഷ്യന്ന് വിളിക്കൂല, പേര് മയ്യത്ത് എന്നാവും. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. സുലൈമാൻ നബിയുടെ സദസ്സിലിരിക്കുന്ന ശിഷ്യന്മാര് കുറച്ചാളുകളുണ്ട്. അതിൽ മുന്നിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോഴതാ ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം ഇങ്ങ് കടന്നു വരികയാണ്. പണ്ട് കാലത്ത് അസ്റായിലിനെ കാണാമായിരുന്നത്ര. സുലൈമാൻ നബിന്റെ കാലത്തൊക്കെ അപൂർവമായിട്ടൊക്കെ അസ്റായിലിനെ കാണുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അല്ലെങ്കിലും അസ്റായിൽ നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട്. സ്വഹീഹായ റിപ്പോർട്ടിലുണ്ട്, ഒരു ദിവസം 7 തവണയാണത്രേ അസ്റായിൽ അലൈഹിസ്സലാം നമ്മുടെ അടുത്തേക്ക് വരുന്നത്. നമ്മുടെ അടുത്ത് വരുന്നിട്ട് അസ്റായിലിന്റെ അടുത്തൊരു ഡയറി ഉണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ അവിടെ നാളെ ഇവിടെ മറ്റന്നാൾ അവിടെ നിന്ന് എഴുതിക്കുന്ന ഡയറി ഉണ്ടാവും നമ്മുടെ അടുത്തൊക്കെ. പക്ഷെ അസ്റായിലിലുള്ള ഡയറി എടുത്തിട്ട് ഇങ്ങനെ ഒരു നോട്ടം ഉണ്ടാവും. എന്നിട്ട് നമ്മളോടൊക്കെ ഇങ്ങനെ പറയും, ആ തീരാറായി എന്ന് പറയുന്നുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴാ 7 തവണ. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടൂലേ? അത് അസ്റായിലിനെ കണ്ടിട്ടാ നമ്മുടെ റൂഹ് പ്രതികരിക്കുകയാണ്. അസ്റായിലിനെ കണ്ട് ബേജാറായിട്ട് ഞെട്ടുകയാണ്. ഇല്ലേ, നിങ്ങളാരും ഞെട്ടലില്ലേ? പണി എന്നൂരാരും ഞെട്ടലില്ലേ? ഞെട്ടാൻ തൗഫീഖ് ദോരക്കേണ്ടി വരും. പിന്നെ പ്രിയപ്പെട്ടവരെ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ശിഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, അയാള് അസ്റായിലിനെ കണ്ടപ്പോൾ ഒന്ന് ബേജാറായി. അസ്റായിൽ അയാളെ ഒന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കി, ഒന്നിങ്ങനെ ശ്രദ്ധിച്ചു നോക്കി അസ്റായിൽ. അപ്പൊ ഇയാൾക്ക് ബേജാറായി. അയാൾ വേഗം സുലൈമാൻ നബിന്റെ അടുത്ത് പോയി. അസ്റായിൽ അപ്പൊ തന്നെ പോവുകയും ചെയ്ത്. സുലൈമാൻ നബിയെ, നിങ്ങൾ ഇന്നെ ഇവിടുന്ന് പെട്ടെന്ന് ഒന്ന് മാറ്റി തരണം, എനിക്കിവിടെ നിൽക്കാൻ ബേജാറാവുണ്ട്. അസ്റായിൽ ഇന്നെ നോക്കിയിട്ടാ പോയുള്ളത്, വേറെ ആരും നോക്കിയിട്ടില്ല. അപ്പൊ സുലൈമാൻ നബി വലി സുലൈമാൻ സുലൈമാൻ നബിക്ക് കാറ്റാണ് വാഹനം. സുലൈമാൻ നബി കാറ്റിനോട് പറഞ്ഞു, നീ അയാളെ കൊണ്ടുപോകണേ കാറ്റേ. കാറ്റനുസരിച്ചു, അയാളെ കൊണ്ടുപോവുകയാണ്. ഫിൽ ഹിന്ദ്, ഹിന്ദിലേക്ക്. അന്നത്തെ ഹിന്ദ് എന്നാൽ ഇന്നത്തെ ഇന്ത്യയാണ്. ഇന്ത്യയിലെ അതേ വിദൂരമായ ഉൾഗ്രാമത്തിലെ ഒരു പർവ്വത ഗിരിശൃംഗത്തിന്റെ മുകളില്, അത് ഹിമാലയമാണോ അല്ലാഹു അഅലം, ഒരു പർവ്വതത്തിന്റെ ഗിരിശൃംഗത്തിന്റെ മുകളില് ഒരു ഗുഹാമുഖത്ത് കൊണ്ട് ചെന്നിടുകയാണ്. കാറ്റയാളെ വഹിച്ചിട്ട് ഒരു ഗുഹാമുഖത്ത് ഒരു പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട്, അങ്ങനെ അയാള് ആ ഗുഹന്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലിയിരിക്കാൻ തുടങ്ങി. കാലം കുറെ കടന്നുപോയി. അസ്റായിൽ അലൈഹിസ്സലാം ഒരിക്കൽ സുലൈമാൻ നബിയെ വീണ്ടും കണ്ടുമുട്ടി. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം അസ്റായിലിനോട് പറഞ്ഞു, അസ്റായിൽ, നീ എന്റെ ശിഷ്യന്മാരെ ബേജാറാക്കരുതേ. അസ്റായിൽ, നീ പേടിപ്പിക്കരുതേ അസ്റായിൽ. അസ്റായിൽ ചോദിച്ചു, നബിയെ, ഞാൻ പേടിപ്പിച്ചിട്ടില്ല. നിങ്ങൾ അന്നത്തെ സംഭവമാണോ ഓർക്കുന്നത്? അസ്റായിൽ പറയുകയാണ്, സുലൈമാൻ നബിയേ, നിങ്ങളുടെ മുന്നിൽ അന്ന് കിതാബ് ഓതി പഠിച്ചിരുന്ന ആ മുതഅല്ലിമുണ്ടല്ലോ, ആ ചെറുപ്പക്കാരനുണ്ടല്ലോ സുലൈമാൻ നബിയെ, അയാളുടെ റൂഹ് പിടിക്കാൻ അള്ളാന്റെ കൽപ്പനയുണ്ടായിരുന്നു. ആ കൽപ്പനയുമായിട്ട് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നു നോക്കുമ്പോഴാണ് ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ ഇവിടുന്നല്ല,
അതേ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ വെച്ചിട്ടാണ് റൂഹ് പിടിക്കാൻ കൽപ്പന ഉണ്ടായിരുന്നത്. അത് ആ സമയം കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം. ഒന്നാലോചിച്ച് നോക്കൂ, അസ്രായീല് ആ സദസ്സിൽ വന്നിട്ട് ആ മനുഷ്യനൊന്ന് അത്ഭുതം കൂറിക്കൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് ഉടനെ പോയത് ഇന്ത്യയിലേക്കാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ ഈ മനുഷ്യൻ ആ പർവ്വത ഗിരിശൃംഗത്തിന്റെ അതേ പ്രിയപ്പെട്ടവരെ ഗുഹയുടെ ഉള്ളിൽ ഇങ്ങനെ ദിക്ർ ചൊല്ലിയിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് അസ്രായേൽ റൂഹ് പിടിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ എവിടെ പോയി വിളിച്ചാലും നമ്മുടെ റൂഹ് പിടിക്കാൻ അസ്രായേൽ കടന്നു വരും. അള്ളാഹു നമ്മുടെയൊക്കെ മരണം നന്നാക്കി തരട്ടെ. മരണം നന്നാവാൻ എന്തു വേണം? എല്ലാവരും മജ്‌ലിസ് നൂറിന്റെ സദസ്സിൽ ദ്വാരക്കാൻ കൊടുക്കലുണ്ട് ഈമാൻ സലാമത്താവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊരു ഫാഷനുമാണ്. മരണം സലാമത്താൻ വേണ്ടി ആഖിബത്ത് നന്നാവാൻ എല്ലാവരും കൊടുക്കുന്നുണ്ട്. ആഖിബത്ത് നന്നാവാൻ ഇതെന്താന്ന് മനസ്സിലാവാത്തവരും കൊടുക്കുന്നുണ്ട്. ആഖിബത്ത് നന്നാവാൻ ദ്വാരക്കും ഉസ്താദ്. അങ്ങനെ ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പറയും, ഇവിടെ ഉള്ളവരൊക്കെ കുറെ അറിവുള്ള ആൾക്കാരല്ലേ. ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈമാനോടുകൂടി ജീവിക്കണ്ടേ? അല്ലാണ്ട് ഇങ്ങനെ മജ്‌ലിസിൽ ദ്വാരനാ ബർക്കത്തോണ്ട് ഈമാൻ സലാമത്താവും. പക്ഷേ ഈമാനോടുകൂടി ജീവിച്ചാലാണ് ഈമാനോടുകൂടിയുള്ള മരണം ഉണ്ടാവുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈമാനോടുകൂടി ജീവിക്കണമെങ്കിൽ തഖ്വ ഉണ്ടാവണം കൽബിൽ. പടച്ചോനെ പേടി എന്ന് പറയില്ലേ നമ്മള്, അത് ഉണ്ടാവണം. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ? ഉമർ റളിയല്ലാഹുവിന്റെ മോനാ. മഹാന്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഇത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാണ്. ഈ സദസ്സിൽ ചുരുങ്ങിയ ഹൃദ്യമായ ഒരു സദസ്സാണ്. നിങ്ങളെല്ലാവരും ഞാനിപ്പോൾ പറയാൻ പോകുന്ന 2 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന ഈ ചരിത്രം ജീവിതത്തിൽ ആരോടെങ്കിലും ഒരാളോട് പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വല്ല ഒച്ചും ബഹളമൊന്നും ഇല്ലാണ്ട് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം. ഇത് ആരോടെങ്കിലും ഒരാളോട് പറഞ്ഞാൽ അവരുടെ മനസ്സിലൊരു മാറ്റം ഉണ്ടാവും. ആ രൂപത്തിലുള്ള ഒരു ചരിത്രമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വനാന്തരത്തിലൂടെ യാത്ര പോവുകയാണ്. ഒരു കാട്ടിലൂടെ, അങ്ങനെ പറഞ്ഞാൽ മതി. ഒരു കാട്ടിലൂടെ ഇങ്ങനെ യാത്ര പോവാണ്. ശ്രദ്ധിക്കണേ. അപ്പൊ ഒരു താഴ്വാരം, ഒരു കുന്നും പ്രദേശം. അവിടെ ഇങ്ങനെ കുറെ ആടുകളെ മേക്കുന്ന ഒരു ആട്ടിടയനെ കണ്ടു മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഒരാട്ടിടയനും ഒരു ഷെപ്പേർഡും. ആട്ടിടയൻ, ഒരു ആട്ടിൻകൂട്ടവും ഒരാട്ടിടയനും. ഒരുപാട് ആടുകളുണ്ട്. ആടുകൾ ഇങ്ങനെ തെളിച്ചു പോവാണ്. തെളിക്കാന്നല്ലേ പറയാ, തെളിക്കല്ലേ. ആടിനെങ്ങനെ തെളിച്ചു കൊണ്ടുപോകുമ്പോ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങള് ആ ആട്ടിടയനെ വിളിച്ചു. സുഹൃത്തെ, നിങ്ങൾ ഇതിലേ ഏറ്റവും നല്ലൊരു ആടിനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ഈ തടിച്ച ആടുണ്ടല്ലോ, ശരീരമൊക്കെ ഇങ്ങനെ മാംസളമായ ശരീരമുള്ള, രോമാവൃതമായ ശരീരമുള്ള, അകിടൊക്കെ നല്ല വീർത്ത, നല്ല പാല് ചുരത്തുന്ന ആടാകുമ്പോഴാണല്ലോ അകിട് വീർക്കുക. ഈ ആടിനൊക്കെ വിൽക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ആട്ടിടയൻ പറഞ്ഞു, നല്ലൊരു മറുപടി ആട്ടിടയൻ പറഞ്ഞത്, ഇല്ല, ഈ ആടിനെ എനിക്ക് മിൽക്കില്ല, ഞാനൊരു അടിമയാണ്, എനിക്കൊരു മുതലാളി വേറെ ഉണ്ട്, ഈ ആട് മൊത്തവും ആരതാണ്? എൻ്റെ മുതലാളിയുടേതാണ് എന്ന് പറഞ്ഞു ഈ ആട്ടിടയൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? ഞാനൊരു അടിമയാണ്, മുതലാളിന്റെ ആടാണെന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾക്ക് തോന്നി ഇത് നല്ലൊരു ഈമാനുള്ള മറുപടിയാണ്. കാരണം ഫിഖ്ഹിൽ ഒരു മുആമലാത്തുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ട്. മിൽക്കില്ലാത്ത സാധനം കച്ചവടത്തിന് പറ്റൂല എന്ന്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഫോണ് ഇത് എനിക്ക് വിൽക്കാം അല്ലേ? ദംസാജിക്ക് വിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, വിൽക്കാൻ പറ്റൂല. ഞാൻ കൊടുക്കില്ല, മൂപ്പർക്ക് പറ്റിയില്ല. കാരണം എന്താ? ഇതിന്റെ ഉടമസ്ഥാവകാശം എനിക്കാണുള്ളത്. ഈ മൈക്ക് ഇത് എനിക്ക് വിൽക്കാൻ പറ്റുമോ? ഇല്ല, ഇതിന്റെ ഉടമസ്ഥാവകാശം മാരസ കമ്മിറ്റിക്കാവും അല്ലേ? അപ്പൊ നല്ല തെക്കുള്ള ഒരു മറുപടിയാണ്. മിൽക്കില്ലാത്ത സാധനം കച്ചവടത്തിന് പറ്റൂല. ഉടനെ അതാ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങള് ഇയാളുടെ തഖ്വയൊന്ന് പരിശോധിച്ചു നോക്കാൻ, തഖ്വയൊന്ന് അളന്ന് നോക്കാൻ ആ ആട്ടിടയനോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണേ സുഹൃത്തേ, ഞാൻ നിങ്ങൾക്ക് കുറച്ചധികം ദീനാർ തരാം, കുറച്ചധികം പൈസ തരാം. നിങ്ങൾ ആ ആടിനൊക്കെ തരി, ആ നല്ല തടിച്ച ആടിനുണ്ടല്ലോ അത് എനിക്ക് തരി, ഞാൻ നല്ല പൈസ, ഇവിടെ ഒരാടിന് കിട്ടുന്നതിനേക്കാൾ 10 ആടിന് കിട്ടുന്ന പൈസ ഞാൻ തരാന്ന് പറഞ്ഞു. അത്രയും ദീനാർ തരാന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്തോളി, വീട്ടിൽ പോയിട്ട് യജമാനോട്, ബോസിനോട് പറഞ്ഞാൽ മതി, ഈ ആടിനെ ചെന്നായ പിടിച്ചെന്ന് പറഞ്ഞാൽ മതി.
100 ആടിൽ നിന്ന് ഒരു ആടിനെ ചെന്നായ പിടിച്ച അത് പറയാലോ, ഉതിറല്ലേ. അപ്പൊ ഇയാളിങ്ങനെ ആലോചിച്ച് നിന്നിട്ടാ ആട്ടിടെ. ഇപ്പൊ വീണ്ടും പറയണേ, ഞാൻ കുറച്ചധികം പൈസ തരാം. നിങ്ങൾ മുതലാളിയോട് പറയാം, ഈ ആടിനെ ചെന്നായ പിടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇയാൾ ഈ നൃത്തം നിന്നിട്ട് ആട്ടിടയൻ, ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആട്ടിടയൻ പറഞ്ഞ മറുപടിയാണ് തഖ്വയുടെ കാതൽ. ആട്ടിടയൻ പറഞ്ഞു, തങ്ങളെ നിങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് ആടിന് നല്ല പൈസ തരാന്ന്, എനിക്ക് ആ പൈസ കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും, ശരിയാണ്. എന്റെ മുതലാളിയോട് എന്ത് പറയാ, ചെന്നായ പിടിച്ചു എന്ന് പറയും ചെയ്യാ. പക്ഷേ അല്ലാഹുവിനോട് എന്താ പറയാ, അതൊരു ചോദ്യമാണ്. അതാണ് തഖ്വ അല്ലേ. മുതലാളിയോട് ചെന്നായ പിടിച്ചെന്ന് പറയാ, അതേ പ്രിയപ്പെട്ടവരെ, എനിക്ക് നല്ല പൈസയും കിട്ടും. പക്ഷേ അല്ലാഹുവിനോട് എന്താ പറയാ? ഏകാധിപത്യത്തിന്റെ ചക്രാധിപതിയായ നമ്മെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ അടക്ക പ്രവണതകൾ എല്ലാം അറിയുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് എന്താ പറയാ തങ്ങളെ? അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുടെ ഹൃദയത്തിൽ അതൊരു ചോദ്യമായിട്ട് ഇങ്ങനെ അലയടിച്ചു. എന്താ അള്ളാഹിനോട് പറയാ? നമ്മളിങ്ങനെ ഫോൺ എടുത്ത് കളിക്കുമ്പോ അനാവശ്യമായ ഒരു സംഗതി കണ്ട് വീഡിയോ കൊണ്ട് വന്നു, പെട്ടെന്ന് ഭാര്യ വന്നു. ഭാര്യനോട് പറയാം, ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ വന്നതാന്നൊക്കെ പറയാ. പക്ഷേ അള്ളാഹിനോട് എന്താ പറയാ? അതെ, അയൽവാസിയുമായിട്ട് അല്ലെങ്കിൽ സഹോദരനുമായിട്ട് പറമ്പളക്കുമ്പോ വെട്ടിപ്പ് നടത്തിയിട്ട് 1/2 സെന്റ് ഇങ്ങോട്ടൊക്കെ എടുക്കാം. പക്ഷേ അള്ളാഹിനോട് എന്താ പറയാ? അതൊരു ചോദ്യമാണ്. എന്ത് തെറ്റിലേക്ക് നമ്മുടെ മനസ്സ് ചായുമ്പോഴും ഇതൊരു ചോദ്യമായി നമ്മുടെ ഹൃദയത്തിൽ അലയടിക്കണം. അള്ളാഹിനോട് എന്താ പറയാ? ഒരു ദിവസം മരിക്കുമല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുത്ത് പോയാൽ എന്താണ് പറയാ പ്രിയപ്പെട്ടവരെ? അള്ളാഹു നമുക്കൊക്കെ, ഇതാണ് തഖ്വ. ഈ അള്ളാഹ് നമ്മളെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പാകപ്പെടലാണ് തഖ്വ. അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ തഖ്വയോടുകൂടി ജീവിച്ച ഒട്ടനേകം മഹാന്മാർ വിട പറഞ്ഞൊരു മാസമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ മാസത്തിലാണ് വിട പറഞ്ഞത്, ജുമാദൽ ആഖിറ മാസത്തിലാണ്. അവർ തഖ്വയോടുകൂടി ജീവിച്ചു. നാവുകളിൽ നിന്ന് ഒരു അനാവശ്യം പോലും വരാതിരിക്കാൻ തന്റെ വായിൽ ചരൽക്കല്ല് വാരിയിട്ടിട്ട് നാവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിച്ച മഹാനാ. നിഴലില്ലാത്ത ഹബീബിന്റെ നിഴലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ ഒരു മഹാന് കൂടി ഈ മാസത്തിൽ വിട പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം, ദി പ്രൂഫ് ഓഫ് ഇസ്ലാം എന്നറിയപ്പെടുന്ന ഇമാം അബൂ ഹമീദുൽ ഗസാലി ഇമാം ഈ മാസത്തിലാ പ്രിയപ്പെട്ടവരെ വഫാത്തായത്. അള്ളാഹു അവരെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരൊക്കെ ജീവിതത്തിൽ തഖ്വയോടുകൂടി ജീവിച്ചവരാ. അതുകൊണ്ട് അവരുടെ മരണവും നന്നായി. ഈമാനോടുകൂടി ജീവിച്ചാൽ ഈമാനോടുകൂടി മരിക്കാം. ഗസാലി ഇമാമിന്റെ ഒരു ചരിത്രം ഓർത്തു പോവുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ കളസ്ഥലത്തൂലേ? എത്ര മണി വരെ പോവാ? ഞാൻ തന്നെ തോർക്കല്. എത്ര മണിക്കാ തോർക്കണ്ടേ? എത്ര മണിക്കാ തോർക്കണ്ടേ? 9 വരെ പോവും. ഇന്നെല്ലാരും ഒരു 3 സ്വലാത്ത് ഉറക്കെ ചൊല്ലിക്കാണ്, നമ്മുടെ മരിച്ചവർക്കൊക്കെ വേണ്ടിയിട്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. നമ്മളെന്താ പറഞ്ഞത്? ഗസാലി ഇമാം, മഹാനായ ഗസാലി ഇമാമിന്റെ ആണ്ടുള്ള മാസമാണ്. അവരൊരിക്കൽ തന്റെ വീട്ടിൽ നിന്നിറങ്ങി, ശരിക്കും ശ്രദ്ധിക്കണേ, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഗസാലി ഇമാം തന്റെ വീട്ടിൽ നിന്നിറങ്ങി ഒരു മന്ത്രോച്ചാരണം പോലെ, ഒരു ദിക്ർ ചൊല്ലുന്നത് പോലെ ഒരു കാര്യം ഇങ്ങനെ ഉരുവിടുകയാണ്. ഗസാലി ഇമാം നടക്കുമ്പോ ഒരു മരണമുണ്ടേ, ഒരു മരണമുണ്ടേ, ഒരു മരണമുണ്ടേ.
ഇതൊരു ദിക്ർ ചൊല്ലണ പോലെ അങ്ങനെ പറയാം, ഒരു മരണമുണ്ട്, ഒരു മരണമുണ്ട്, ഒരു മരണമുണ്ട്. ഗസാലി ഇമാം അന്നേ അറിയപ്പെട്ട മഹാന. 245-ലേറെ അറബി കിതാബുകൾ, എത്രയോ ബൃഹത്തായ ഇഹ്യാ ഉലൂമുദ്ദീൻ പോലെയുള്ള ബൃഹത്തായ കിതാബുകൾ രചിച്ച മഹാനാണ് ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹു അവരെ സ്വർഗത്തിൽ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ അവരിങ്ങനെ പറയാണ്, ഒരു മരണമുണ്ട്, ഒരു മരണമുണ്ട്, ഒരു മരണമുണ്ട്. ഇത് കേട്ടപ്പോ അയൽവാസി വിചാരിച്ചു, ഉസ്താദ് ഒരു മരണമുണ്ട് എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അത് നല്ലൊരു മനുഷ്യനാവും മരിച്ചിട്ടുണ്ടാവുക, അല്ലേ? അല്ല, അങ്ങനെയല്ലേ? നല്ലൊരു ഉസ്താദാണ്, ലോകം അറിയപ്പെട്ട പണ്ഡിതനാണ്, മൂപ്പരൊരു മരിച്ചു കൊടുത്തു പോകണമെങ്കിൽ കുറച്ച് കാര്യപ്പെട്ട ആളാവും മരിച്ചിട്ടുണ്ടാവുക. അപ്പോ ആ ജനാസയിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു നന്മയാണ്. അതുകൊണ്ട് ഞാൻ ഉസ്താദിന്റെ കൂടെ കൂടുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ എന്ത് ചെയ്തു? ഗസാലി ഇമാമിന്റെ പുറകുവശത്ത് കൂടി, പിന്നിൽ കൂടി. ഗസാലി ഇമാം തന്നെ പറയണേ, ഒരു മരണമുണ്ട്, ഒരു മരണമുണ്ട്, ഒരു മരണമുണ്ട്, ഇങ്ങനെ പോയി. ഗസാലി ഇമാം നേരെ പോയത്, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, ഗസാലി ഇമാം നേരെ പോയത് പള്ളിക്കാട്ടിലേക്കല്ല, മരിച്ച വീട്ടിലേക്കല്ല, നേരെ പോയത് ആ നാട്ടിലെ ജുമാഅത്ത് പള്ളിയിലേക്കാണ്. അപ്പൊ നിങ്ങൾ കരുതും ജനാസ കൊണ്ടുവരുന്ന സമയത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് വെയിറ്റ് ചെയ്തതായിരിക്കുന്നു. അങ്ങനെയാണ് കൂടെ കൂടിയ അയൽവാസിയായ മനുഷ്യനും ചിന്തിച്ചത്. പക്ഷേ ഗസാലി ഇമാം ഉദു എടുക്കുകയാണ്. ഉദു എടുത്തിട്ടതാ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, സലാം വീട്ടി, വീണ്ടും സുന്നത്ത് നിസ്കരിച്ചു, സലാം വീട്ടി, ഒരുപാട് നിസ്കരിക്കുകയാണ് അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. കുറേ നിസ്കരിച്ചു. ബാക്കിൽ ആരുണ്ട്? അയൽവാസിയായ ആളുണ്ട്. അയാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ജനാസ വേണമല്ലോ. കാരണം അതൊരു പ്രതിഫലമുള്ള കാര്യമാണ്. ഒരാൾ മരിച്ചാൽ അയാളുടെ ജനാസയെ അനുഗമിച്ചിട്ട് നിങ്ങളാരെങ്കിലും ആ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് ഖൈറാത്ത് പ്രതിഫലമുണ്ട്. ഔ കമാ ഖാല മുഹമ്മദ് മുസ്തഫ. ഖൈറാത്ത് പ്രതിഫലമല്ല, ഖൈറാത്ത് പ്രതിഫലം. മാത്രല്ല, ഇപ്പൊ മരിച്ചിട്ട് മയ്യത്ത് നിസ്കരിച്ച എല്ലാവരും വിടുകയാണ്, പെട്ടെന്ന് പോകും, ഒഴിവാകും. എന്നാൽ ഒരാൾ ജനാസ കർമ്മത്തിൽ, മറമാടൽ ചടങ്ങിൽ കൂടി പങ്കെടുത്താൽ അവന് 2 ഖീറാത്ത് പ്രതിഫലമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മറമാടനയിലൊക്കെ പങ്കെടുത്താൽ നമ്മളും മരിക്കുന്നുള്ളൊരു ബോധമൊക്കെ വരും. ഖബറിന്മേലൊക്കെ പങ്കെടുത്താൽ അത്രയും റാഹത്താവും. മരണമായിട്ടുള്ള ചിന്ത അത് വലിയ ഇബാദത്താണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അതാ ഗസാലി ഇമാം ഒരുപാട് നിസ്കരിച്ചതിന് ശേഷം പിന്നെ അതാ മുസ്ഹഫ് എടുത്ത് വെച്ച് ഓതുകയാണ്. ഖുർആൻ ഒരുപാട് നേരം ഓതി കുറെ കഴിഞ്ഞപ്പോഴതാ മുസ്ഹഫ് എടുത്ത സ്ഥലത്ത് വെച്ചു. എന്നിട്ടതാ തസ്ബീഹ് മാലയെടുക്കുകയാണ്. തസ്ബീഹ് മാലയെടുത്ത് ഇങ്ങനെ മറിച്ച് ദിക്ർ ചൊല്ലുകയാ മഹാനായ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. അവരിങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് അതേ ദിക്റിലും ഫിക്റിലുമായിട്ട് ഒരുപാട് നേരം ധന്യമാക്കിയപ്പോ ഒറ്റാളുടെ ക്ഷമ കെട്ടു. അതെ, അയൽവാസിക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. ഇത് കുറെ നേരമല്ലോ ഇപ്പൊ, മയ്യത്തും കാണാനില്ല, ജനാസയും കാണാനില്ല. അയാളെല്ലാ അദബും കീപ്പ് ചെയ്തിട്ട് ഗസാലി ഇമാമിനെ മെല്ലെ തട്ടി, ഉസ്താദെ നമുക്ക് മരിച്ചു കൊടുത്തു പോണ്ടേ. അപ്പോഴാണ് ഇമാം ഗസാലി തങ്ങൾ നമ്മുടെ ഹൃദയത്തെ പിടിച്ചുലക്കുന്ന രീതിയിൽ ഒരു വർത്താനം പറഞ്ഞത്. ആരാ മരിച്ച്? ആര് മരിച്ചു? അല്ല, ഉസ്താദല്ലേ വീട്ടിൽ നിന്ന് വരുമ്പോ ഒരു മരണമുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഗസാലി ഇമാം പറഞ്ഞു, ആ മോനെ, ഞാൻ പറഞ്ഞെന്താണെന്നറിയോ? ഒരു മരണമുണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞതാ, കുറച്ച് ഉറക്കായി എന്നുള്ളൂ. ഒരു മരണമുണ്ട്. ഒന്ന് ഇടക്കേ കുറെ പൈസ ആയി എന്നൊക്കെ അങ്ങനെ തോന്നുമ്പോ ഒറ്റക്കൊന്ന് റൂം അടച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കണ നല്ലതാ. ഒരു മരണമുണ്ട്. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഏത് സമയത്താ  അസ്രായീൽ വന്നിട്ട് നമ്മുടെ വാഹനത്തിന് കൈ കാണിക്കാന്ന് പറയാൻ പറ്റൂല.
ഇന്ന് മജ്‌ലിസുന്നൂറിന് വന്ന ഉമ്മമാര്, ഏത് സമയത്താ നമ്മുടെ റൂഹ് ഈ ലോകത്തുനിന്ന് വിട പറയുക എന്ന് പറയാൻ പറ്റൂല. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും ഉറക്കെ ദാഹമൗതദ് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തഖ്വയോടുകൂടി ജീവിക്കണേ, തഖ്വയോടുകൂടി മരിക്കാൻ. ഈമാനോടുകൂടി ജീവിക്കണേ, ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ഗസാലി ഇമാം ഈ മാസത്തിലാണ് വിട പറഞ്ഞത്. അവരുടെ വഫാത്ത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഹൃദയം തുറന്ന് വെക്കണേ, കാത് തുറന്നിട്ട് കാര്യമില്ല. ഗസാലി ഇമാമിന്റെ വഫാത്ത് ഈ മാസത്തിലാ നടന്നത്. പ്രിയപ്പെട്ടവരെ, അവരൊരു ദിവസം സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ഒളുവെടുത്തു. സുബൈ നിസ്കരിച്ചിട്ട് ഒളുവെടുത്തു. സുബൈ നിസ്കരിച്ചു, സുബൈ വാങ്ങി കൊടുത്തപ്പോ ഒളുവെടുത്തു, സുബൈ നിസ്കരിച്ചു. എന്നിട്ട് ഇങ്ങനെ കുറച്ചേരം ഖുർആൻ ഓതിയിട്ട് തന്റെ സഹോദരനെ വിളിച്ചു. ഇമാം അഹമ്മദിനെ വിളിക്കുകയാണ്. അവരും വലിയ പണ്ഡിതനാണ്, ചരിത്രത്തിൽ അറിയപ്പെട്ടവരാണ്. എന്നിട്ട് പറഞ്ഞു, കഫം പുടവ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കഫം പുടവ വാങ്ങാൻ ഇമാം അഹമ്മദ് എന്ന സഹോദരൻ അങ്ങാടിയിലേക്ക് പോയിട്ട്, നേരം ഇങ്ങനെ വെളുത്തു വരുന്നേ ഉള്ളൂ, ആകെയുള്ളതൊരു കടയാണ്. ആ കടയിൽ പോയിട്ട് 3 കഷ്ണം കോറത്തുണി വാങ്ങിക്കൊണ്ടുവരികയാണ്. ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇന്ന് മനോഹരമായ വസ്ത്രം ധരിക്കുമ്പോ, നമ്മളൊക്കെ വെള്ള ധരിക്കുമ്പോ പോലും എത്രയെത്ര മോഡലാ നമ്മൾ ശ്രദ്ധിക്കുന്നത്, എത്ര മിനുസമുള്ള വസ്ത്രമാ നമ്മൾ ധരിക്കുന്നത്. എന്നാൽ എത്ര വലിയ പണക്കാരനാവട്ടെ, എത്ര വലിയ ബില്യണറാവട്ടെ, എത്ര വലിയ ബിസിനസ് മാഗ്നറ്റ് ആകട്ടെ, കഫൻ തുണി നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? കഫൻ തുണി അത് കോറത്തുണിയായിരിക്കും. അത്ര വിലപിടിപ്പുള്ള വസ്ത്രമൊന്നും ആവൂല. ഇമാം അഹമ്മദ് തങ്ങള് 3 കഷ്ണം തുണി കൊണ്ടുവന്നു. ഗസാലി ഇമാം എന്ത് ചെയ്തെന്നറിയോ? ഇഹ്യാ ഉലൂമുദ്ദീൻ തന്റെ ജീവിതത്തിൽ 245 കിതാബുകളിൽ താൻ ഏറെ ഇഷ്ടപ്പെടുന്ന, പരലോകത്ത് ഉപകാരമാകും, മുതൽക്കുട്ടാകുമെന്ന് കരുതുന്ന ഇഹ്യ നെഞ്ചോട് ചേർത്ത് വെച്ചു. എന്നിട്ട് ഈ കഫൻ തുണി എന്നിങ്ങനെ പുതച്ചു. കഫൻ തുണിയൊക്കെ കബറി കൊണ്ടുപോണത് വേറെ പണി അവിടെ നടക്കാണ്ടായിനാ. എത്രയോ ആളുകൾ വാണിയന്നൂര് പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. എൻ്റെ ഉസ്താദിൻ്റെ, നമ്മുടെ ജലീൽ റഹ്മാനി ഉസ്താദിൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ അവിടെ ആ ഖബറിസ്ഥാനിലാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഒരുപാട് കുടുംബക്കാർ അവിടെ ഉണ്ടാകും. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആ കഫൻ തുണി എന്തിനാ കൊണ്ടുപോകണമെന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. ഇപ്പം അതിനു മുമ്പ് ഗസാലി ഇമാം ഇങ്ങനെ പൊതച്ചു. എന്നിട്ട് ഉറക്ക ദിക്ർ ചൊല്ലിയിട്ട് ചിരിച്ചിട്ട്, പുഞ്ചിരിക്കല്ല പൊട്ടിച്ചിരിച്ചിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ് മഹാനായ ഇമാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, തർലിയത്ത് ചൊല്ലണേ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവര് വഫാത്തായപ്പോ വീട്ടുകാരറിഞ്ഞിട്ടില്ല. ഇമാം അഹമ്മദ് വന്നിട്ട് വാതിൽ മുട്ടി നോക്കിയപ്പോഴും ഒന്നും പ്രതികരണമില്ല. വാതിൽ തുറന്നിട്ട് ഗസാലി ഇമാമിന്റെ അടുത്തേക്ക് അഹമ്മദ് തങ്ങൾ ചെന്ന് നോക്കുമ്പോ ഇക്കാക്ക ഇങ്ങനെ പുതച്ചു കിടക്കുകയാണ്. അതേ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്, നെഞ്ചത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ചിരിച്ചു കിടക്ക കിതാബിൽ കാണാം. എന്താ കാക്ക ചിരിക്കണതെന്ന് ഇമാം അഹമ്മദ് തങ്ങൾ ചോദിക്കുകയാണ്. പ്രതികരിക്കണില്ല. അവസാനം തട്ടി വിളിച്ചപ്പോ ഗസാലി ഇമാമിന്റെ ജനാസ കിടന്ന് കുലുങ്ങുകയാണ്. അവർ ഈ ലോകത്ത് നിന്ന് അങ്ങനെയാണ് വിട പറഞ്ഞത്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഈമാനുള്ള മരണം നൽകണേ അല്ലാഹ്. ഉറക്കെ ആമീൻ പറഞ്ഞോളി.
നമുക്കൊക്കെ ഈമാനുള്ള മരണം നൽകട്ടെ, ഈമാനുള്ള മരണം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ടോ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോഴും ചിരിയാണ്, ഖബറിലേക്ക് വെച്ചപ്പോഴും പുഞ്ചിരിയാണ്. ഇമാം അബൂ ഹാമിദുൽ ഗസാലി ചിരിച്ചുകൊണ്ട് പോണം. അസ്രായീലിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ബേജാറില്ലാതെ ബദ്ധപ്പാടില്ലാതെ ഉറക്ക ദിക്ർ ചൊല്ലി മറ്റുള്ളവർക്ക് മാതൃകയായി പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഒരൊറ്റ കാര്യം, എന്തിനാണ് കഫൻ തുണി കൊണ്ടുപോകണമെന്നുള്ളത് ഒരാൾ വരാൻ സലാത്തല്ലാണ്ടല്ലേ, അന്ന് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? കുറെ ഉണ്ടോ സലാത്ത്? 100 സലാത്ത ഇൻഷാ അല്ലാഹ്. നമുക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്ത് പിരിയ. അപ്പൊ ഇവിടെ സാധാരണ നടക്കുന്ന സമയാവും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ കഫൻ തുണി എന്തിനാ കൊണ്ടുപോകുന്നത്? 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഹൃദയം കൊണ്ട് ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ. വെള്ള കഫൻ തുണിയില് ഈ അടുത്തൊരു പാട്ട് കേട്ടു, കഫം പുടവക്ക് കീശയില്ല, കഫം പുടവക്ക് കീശയില്ല എന്നൊരു പാട്ട് കേട്ടു. ശരിയാണല്ലോ. എത്ര വലിയ പണക്കാരനാകട്ടെ, എത്ര വലിയ സമ്പന്നനാകട്ടെ, ഒരു മുട്ടുസൂചി പോലും കൊണ്ടുപോകാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. ഈ കഫം പുടവ കൊണ്ടുപോകുന്നത് എന്തിനെന്നറിയോ? നമ്മൾ മരിച്ചിട്ട് ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ നമുക്കറിയാം മുങ്കർ നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ വരുമെന്ന്. അതിനു മുമ്പ് ഒരുപാട് ഹദീസുകളിൽ കാണാം. ഒരു മലക്ക് വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. മുങ്കർ നക്കീറിന്റെ മുമ്പാണ് ആ മലക്ക് വരാ എന്നാണ് മഹാനായ ഗസാലി ഇമാം ഉദ്ധരിക്കുന്നുണ്ട്. ഇഹ്യായിൽ ഈ സംഭവമുണ്ട്. ഗസാലി ഇമാമിന്റെ സക്കറാത്തുൽ മൗത്തി വശിദ്ദത്തുഹു എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിൽ ഈ സംഭവം പറയുന്നുണ്ട്. മലക്കുൻ ഇസ്മുഹു റൗമാൻ, റൗമാൻ എന്ന് പറയുന്നൊരു മലക്ക് നാളെ നമ്മുടെ ഖബറിലേക്ക് വരികയാണ്, മുങ്കർ നക്കീർ വരുന്നതിന് മുമ്പ്. എന്നിട്ട് ഈ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്. എന്നിട്ട് പറയും, അതേ ഉക്തുബ് അമലുക, നീ നിന്റെ അമല് എഴുതാൻ വേണ്ടിയിട്ട് പറയുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. റൗമാൻ എന്ന് പറഞ്ഞ മലക്ക് വന്നിട്ട് പറയും അമല് എഴുതാൻ. ആ സമയത്ത് നമ്മൾ ഇവിടെ മാത്രമല്ല അവിടെയും ന്യായീകരിക്കും, അവിടെയും കുറെ വാക്ക് കസർത്ത് നമ്മള്. ആ മലക്കിനോട് മനുഷ്യന്മാര് പറയുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ള ആളുകൾ എല്ലാവരും പറയും, എഴുതാൻ പേനല്ലല്ലോ, എഴുതാൻ പെൻസിലില്ലല്ലോ, എഴുതാൻ കടലാസില്ലല്ലോ. അപ്പൊ ആ മലക്ക് പറയുന്ന, നീ നിന്റെ കഫം പുടവ കിർത്താസാക്കിക്കോ, പേപ്പറാക്കിക്കോ. നിന്റെ വിരൽ കൊടികൾ ഉണ്ടല്ലോ, ഈ വിരൽ കൊടി നീ കലമാക്കിക്കോ, പേനയാക്കിക്കോ. എന്നിട്ട് നീ നിന്റെ ഉമിനീര് കൊണ്ട് കഫം പുടവയിൽ എഴുതി വെച്ചോ എന്ന് പറയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ഒരു ദിവസം ഉറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യന് അന്ന് എന്തൊക്കെ കഴിഞ്ഞു പോയി എന്ന് ഓർക്കാനുള്ള ബുദ്ധി ഉണ്ടല്ലോ. നമ്മൾ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കാണ്, രാവിലെ ഇന്ന സ്ഥലത്തേക്ക് പോയി, ഉച്ചക്ക് ഇന്നത് ചെയ്തു. ഇങ്ങനെ ഒരു ദിവസത്തെ ഓർമ്മ കിടക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് പോലെ ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിന്റെ സകല സമയങ്ങളിലും ചെയ്ത എല്ലാ കാര്യങ്ങളും, എല്ലാ തെറ്റുകളും, എല്ലാ നന്മകളും അവൻ ഓർത്തെടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കഫൻ തുണിയിൽ എഴുതി വെക്കും. ഈ കഫൻ തുണി കൊണ്ടാണ് പിന്നെ മുങ്കർ നക്കീർ അലൈഹിസ്സലാം നമ്മെ ചോദ്യം ചെയ്യാൻ വരിക. അള്ളാഹു അപ്പോ പതറാതെ ചിതറാതെ ചോദ്യങ്ങൾക്ക് മറുപടി അറിയാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആഖിറം അള്ളാഹു നമുക്ക് വെളിച്ചമാക്കി തരട്ടെ. ഇവിടെ പറഞ്ഞതും കേട്ടതും അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ നടന്നു വരുന്ന മജ്ലിസുൻ നൂർ ആത്മീയ സംഗമം
ഇതിനെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഇവിടെ മനോഹരമായൊരു ദർസ് നടക്കുന്ന മഹല്ലാണ്. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. മംഫഅത്തുള്ള ഇൽമിൻ്റെ അഹ്ലുകാരായി അള്ളാഹു അവരെ ഉയർത്തട്ടെ. ഈ പള്ളിയിലൊക്കെ ഒരുപാട് വലിയ വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ദർസ് നടത്തിയിരുന്ന പള്ളിയാണ്. ഒരുപാട് മുൻഗാമികളായ ഉമറാക്കൾ ജീവിച്ചു പോയ മണ്ണാണ്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് സ്വലാത്തിന് ശേഷം നമുക്ക് ദുആയിലേക്ക് കടക്കാം. അള്ളാഹു കബൂലാക്കട്ടെ. സ്വലാത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ارزقنا محبة نبيك محمد. اللهم ارزقنا شفاعة نبيك محمد. اللهم ارزقنا اتباع نبيك محمد. اللهم ارزقنا عروس نبيك محمد. اللهم ارزقنا رؤية نبيك محمد. اللهم ارزقنا زيارة روضة نبيك محمد. اللهم اسقنا من حوض الكوثر نبيك محمد. اللهم احشرنا تحت ظل لواء نبيك محمد. اللهم انصرنا وانصر من نصر دين نبيك محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അല്ലാഹുവേ, കരുണക്കടലായ തമ്പുരാനെ, ഞങ്ങളിവിടെ വന്നത്, ഇരുന്നത്, പറഞ്ഞത്, കേട്ടത്, ചൊല്ലിയത് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഉറക്കാമീൻ പറയണേ മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ അസ്മാഉൽ ബദർ മജ്ലിസുന്നൂർ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ ചൊല്ലിയ സ്വലാത്ത് നീ കബൂലാക്കണേ അല്ലാ.
അല്ലാഹുവേ ഒരുപാട് മഹാന്മാര് നടന്നു പോയ ഒരു നാട്ടിലാണ് റബ്ബേ ഞങ്ങൾ ഇരിക്കുന്നത്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ പാപികളാ, ദോഷികളാ, നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഹസനാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ നന്മകൾ നീ കബൂലാക്കണേ അല്ലാ. ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകൾ ഈ മജ്ലിസിൽ ഇരിക്കുന്നുണ്ട് റബ്ബേ. ഒരുപാട് മുറാദുകൾ അവരുണ്ട് തമ്പുരാനെ. എല്ലാ മുറാദും നീ ആസിലാക്കി തരണേ അല്ലാ. പടച്ചോനെ ഒരുപാട് രോഗികളുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. സലാമത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. മാരക രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ നീ പ്രയാസത്തിലാക്കല്ല അല്ലാ. ക്യാൻസർ തരല്ല അല്ലാ, ട്യൂമർ തരല്ല അല്ലാ, കിഡ്നി തകരാറ് തരല്ല അല്ലാ, മൂത്രസംബന്ധമായ രോഗങ്ങൾ നൽകല്ല അല്ലാ. ഇവിടെ ഒരുപാട് രോഗികൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു റബ്ബേ. നീ അവർക്കൊക്കെ സലാമത്ത് നൽകണേ അല്ലാ. പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, നീ പരിപൂർണ സലാമത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വിട പറഞ്ഞു പോയി തമ്പുരാനെ. റബ്ബേ ഈ മജ്ലിസിന്റെ മിസ്ല സവാബ് നീ ലോകത്തിന്റെ നായകൻ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ അസ്ഹാബിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ അസ്വാജിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ ഔലാദിലേക്ക് എത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ വാണിയന്നൂര് പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ കുടുംബക്കാർ റബ്ബേ അവരുടെ ഖബറിലേക്ക്, അവരുടെ റൂഹിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം വിശാലതയുള്ള ഖബറാക്കി നൽകണേ അല്ലാ. സ്വർഗത്തോപ്പാക്കണേ അല്ലാ. നരകക്കുണ്ടാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ മരിക്കാനുള്ളവരാ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. ഈമാൻ ഒന്ന് സലാമത്തിലാക്കണേ അല്ലാ. ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ റബ്ബേ അവരുടെ എല്ലാ മുറാദുകളും നീ ആസിലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ അല്ലാ. റബ്ബേ അദബോടെ മറക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാര്, സഹോദരിമാര് റബ്ബേ മഗ്രിബ് നിസ്കരിച്ചിരിക്കുന്ന ഇരിപ്പാ നീ കബൂലാക്കണേ അല്ലാ. നീ അവരെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ദീനിന് വേണ്ടിയുള്ള ഇരുത്തം നീ കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഹജ്ജ് ഉംറകൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ഹബീബിന്റെ മക്ക കാണാൻ, പുണ്യ നബിയുടെ മദീന കാണാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ. നിന്റെ ബറക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. റബ്ബേ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ നീ ഉയർത്തണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ വർഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ തജാവസ് അൻ ഉമ്മതി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജഅൽനാ ബിമഹ്ലി ഫദ്ലിക മിൻ ഖിയാരി ഉമ്മതിഹി വമിൻ മുഹിബ്ബിഹി യാ റബ്ബൽ ആലമീൻ. اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب السامعين. റബ്ബേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബേ അസ്രായീലിനെ കണ്ടുമുട്ടുന്ന ഒരു സെക്കൻഡിൽ ബേജാറില്ലാതെ ഉറക്ക ദിക്ർ ചൊല്ലിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയാൻ, പുഞ്ചിരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള മഹാഭാഗ്യം നീ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ നീ പുറത്തു തരണേ അല്ലാ. ഒരു തെറ്റിൻ്റെ കാരണത്താലും
ആഖിബത്ത് മോശമാക്കല്ലേ അല്ലാ. ഈ സദസ്സിന്റെ അസ്ഹാബുൽ ബദറിനെ ഓർത്ത സദസ്സ, മുത്തുനബിയെ ഓർത്ത സദസ്സ. റബ്ബേ, നീ ആ മഹാന്മാരുടെ സഹായം ഞങ്ങളുടെ മൗത്തിന്റെ സമയത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ ഖബറിൽ തരണേ തമ്പുരാനെ, ഞങ്ങളുടെ പരലോകത്ത് തരണേ അല്ലാ. റബ്ബേ, സുഹൃത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീ ശിഫയും സലാമത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണേ അല്ലാ. റബ്ബനാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. ഞങ്ങളുടെ മുദരിസ് ഉസ്താദ് അല്ലാഹുവേ, നീ പങ്കെടുത്ത കൂലി കൊടുക്കണേ അല്ലാ. അവരുടെ ദർസിനെ നീ വളർത്തണേ തമ്പുരാനെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിൽ ഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. ദുആ വസിയത്തോടുകൂടി വആഖിറു ദഅവതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.